യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിണറായി വിജയൻ പോലീസിന്റെ കിരാതമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ടൗണിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആലത്തൂർ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ചെയ്തികളെയും മുഖ്യധാരയിൽ കൊണ്ട് അത് പത്രമാധ്യമത്തിലൂടെയാണെങ്കിലും താൻ എടുക്കുന്ന നിലപാടിലൂടെയാണെങ്കിലും മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസം അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പുലർച്ചയ്ക്ക് കതകില് മുട്ടി ജനലില് മുട്ടി കോളിംഗ് ബെല്ലടിക്കാതെ വീടിന് ചുറ്റും ഓടി നടന്നുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ നടപടി കേരളം കണ്ടതാണ്. അതിന് തൊട്ടു മുൻപായി നടന്ന ദിവസങ്ങളിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയോടനുബന്ധിച്ച് നടന്ന പ്രധാന സ്ഥലങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടം ഓരോ പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികളോടൊപ്പം അവിടെ സന്ദർശിക്കുകയും ആ സ്റ്റാളുകളും പ്രവർത്തകരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അനുമോദിക്കുകയും ചെയ്തിരുന്നതും പോലീസിന്റെ മുൻപിലൂടെ തന്നെയാണ്. തിരുവനന്തപുരത്ത് നടന്ന വിവിധ സമര പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. പോലീസുകാരുടെ മുൻപിലൂടെ തന്നെ കന്റോൺമെന്റ് സ്റ്റേഷൻ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം പകലും ഈ വൈകുന്നേരങ്ങളിലും നടത്തിയ എല്ലാ പരിപാടികളിലും പോലീസിന്റെ മുൻപിൽ പങ്കെടുക്കുന്നത് എല്ലാ പോലീസുകാരും കണ്ടിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർ പുറത്തിറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കുന്നതിനും എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ സമയമൊന്നും തിരുവനന്തപുരത്തും ഈ പോലീസ് സ്റ്റേഷന്റെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ പോലും അറസ്റ്റ് ചെയ്യുവാനോ ഒരു നോട്ടീസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാൻ പറഞ്ഞിരുന്നെങ്കിൽ കൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരാൻ ആർജവത്തോടു കൂടി ആ നിങ്ങൾ എടുത്ത കേസിന് മുൻപിലേക്ക് ഏത് ചോദ്യങ്ങൾക്ക് മുൻപിലേക്കും നടന്നു വരാൻ തയ്യാറായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതൊരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി നൊന്തുപെറ്റ അമ്മയുടെ മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്യിക്കുമ്പോൾ കിട്ടുന്ന ഹരം മുഖ്യമന്ത്രിക്ക് ആ ഹരം കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പോലീസുകാർ ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് ഈ കേരള ജനത മുഴുവൻ കണ്ടതാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM മനീഷ് അധ്യക്ഷത വഹിച്ചു. നാളിതുവരെ കാണാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ പോലീസിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ആ നിമിഷം മുതൽ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, സംഘടനാ പ്രവർത്തനം നടത്തി. ഇന്നലെ മിനിഞ്ഞാന്നടക്കം കൊല്ലത്ത് നടന്നിരുന്ന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കടന്ന് പുലർച്ചെ 5:50 കള്ളന്മാർ വീട്ടിൽ കയറുന്നത് പോലെ പിണറായിയുടെ നാണം കെട്ട പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കേരളത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് ഭീഷണിപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ CPIM, പിണറായി വിജയ, കേരളത്തിലെ പോലീസ് നിങ്ങൾക്ക് മാറി. ഈ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന എത്രയോ പോലീസിന്റെയും എത്രയോ പട്ടാളക്കാരെയും കണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാക്കി, ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, ഈ രാജ്യത്ത് ഒട്ടനവധി ഭരണഘടനാ സംവിധാനങ്ങളെ നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? DCC ജനറൽ സെക്രട്ടറിമാരായ E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, പാളയം പ്രദീപ്, P സുലൈമാൻ, PK മുരളീധരൻ, T ഗോപാലകൃഷ്ണൻ, ശശി മാസ്റ്റർ, വിനോദ് പന്തലാടി, T നിർമ്മല, പത്മജ ടീച്ചർ, അഖിലാഷ് പാഞ്ഞാൾ,
TC വിനോദ്, രാഹുൽ സൂര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 22 ദിവസമായി അങ്ങ് തിരുവനന്തപുരത്ത് പോലീസിന്റെയും പിണറായി വിജയന്റെയും മൂക്കിന് താഴെ ഉണ്ടായപ്പോൾ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് ഒരു ദിവസം പുലർച്ചെ ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്യും പോലെ, ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ വീട് വളഞ്ഞ് സ്വന്തം ബെഡ്റൂമിൽ മുട്ടി വിളിച്ച് അകത്ത് കയറുകയും സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് മാനസികമായി പീഡിപ്പിക്കാം, അതിലൂടെ യൂത്ത് കോൺഗ്രസിനെയും പീഡിപ്പിക്കാമെന്ന വ്യാമോഹമായി ഇറങ്ങിയ, അകാരണമായി അറസ്റ്റ് ചെയ്ത, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് നമ്മുടെ ബഹുമാനിയായ ചേലക്കരയുടെ അതുപോലെ തന്നെ CC വിനോദ്, ചേലക്കര.